അധ്യായം 243. ഡാഡിക്ക് നമ്മളെ വേണ്ട. നിനക്കറിയോ സാർ എന്തായിരുന്നു ഓഫീസിലേക്ക് വരാത്തതെന്ന്? ഇനിയൊരു പക്ഷേ ലാവണ്യ മാഡവുമായിട്ടുള്ള കല്യാണത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കോ? ഒരുത്തൻ തന്റെ അടുത്തിരിക്കുന്ന സഹപ്രവർത്തകനോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിനെ കുറിച്ച് ഓഫീസിലിരുന്ന് സംസാരിക്കാനുള്ള അനുമതി ആർക്കും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു കാര്യം നടക്കുന്ന സമയത്തിന് അവർക്കാർക്കും ഗോസിപ്പ് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. തന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ അടുത്തിരിക്കുന്ന ആൾ പേടിച്ചു വിറച്ച് ഒന്ന് ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞിട്ട്, നീ ഒന്ന് പതുക്കെ പറയടോ, ഇതെങ്ങാനും ആ ലാവണ്യ മേഡം കേട്ടുവന്ന പിന്നെ അതോടെ തീർന്നു കഥ. നിനക്കെന്താ ഒട്ടും ബോധമില്ലേ? ഏത് സമയത്താണ് അവർ ചാടിക്കേറി വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പലവർക്കും അനുഭവമുണ്ട്. അയാൾ പതുക്കെ സ്വരം താഴ്ത്തിക്കൊണ്ട് തന്നെ പതുക്കെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. അതിനുശേഷം കഴുത്ത് ഞെരുക്കി പിടിച്ചിട്ട് ആ ആംഗ്യം കാണിക്കാനും മറന്നില്ല. അപ്പോഴേക്കും ആശിഷ് ഇങ്ങനെ കൂളായി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതെ, സിദ്ധാർത്ഥ് സർ ഇപ്പോഴും ലാവണ്യ മേഡത്തെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞാലല്ലേ പിന്നെ നമ്മൾ അവരെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. സാറിനൊരിക്കലും അവരെ ഇഷ്ടപ്പെടാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഏതായാലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് സർ അത്ര വലിയ മണ്ടനൊന്നുമല്ല. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു കമ്പനിയിലെ കുറച്ച് വലിയ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും അങ്ങോട്ടേക്ക് കടന്നു വരുന്നതെല്ലാം തന്നെ ഇവര് ശ്രദ്ധിക്കുന്നത്. അതോടുകൂടി തന്നെ ഇവർ ശബ്ദം താഴ്ത്തി സംസാരിച്ച് ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് എന്തിനാ ഇവരിങ്ങനെ ഓഫീസിലേക്ക് വന്നത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഓഫീസിലെ ജീവനക്കാർക്കെല്ലാം തന്നെ വളരെയധികം ആകാംക്ഷയുണ്ടായിരുന്നു. ഓഫീസിലേക്ക് എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. ആ സമയത്തിന് അവരെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിൽ മനീഷ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും മനീഷിന്റെ കൂടെ അങ്ങോട്ടേക്ക് ചെന്നതോടുകൂടി തന്നെ എല്ലാവരും അവന്റെ ക്യാബിനിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കി. എല്ലാവർക്കും തന്റെ ജോലി എങ്ങാനും നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ അവര് ഭയപ്പെട്ടതുപോലെയൊന്നും സംഭവിച്ചില്ല. ദിവസങ്ങളൊക്കെ മെല്ലെ അങ്ങ് കടന്നുപോയി. ഹേമന്ത് വീണ്ടും സിദ്ധാർത്ഥിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് ചെന്നു. സിദ്ധാർത്ഥ് ഇപ്പോഴും കമ്പനിയിൽ ഉയരുന്ന ആ ഒരു ഗോസിപ്പുകളൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാത്തത് എന്താണെന്നുള്ള കാര്യം ഹേമന്തിനറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഹേമന്ത് ചെന്നിട്ട് സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നത്, സിദ്ധു, ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുവാണ്. എന്നാ പിന്നെ നിനക്ക് ഓഫീസിലേക്കെങ്കിലും പോയിക്കൂടെ? അതും ഇല്ല. ഇതൊന്നും നിനക്കറിയാത്തതല്ലോ എന്നിങ്ങനെ ഹേമന്ത് വീണ്ടും ചോദിക്കുന്ന സമയത്ത് തന്നെ സിദ്ധാർത്ഥ് നിശബ്ദനായി തന്നെ നിന്നു. ഹേമന്തിന് ഒരല്പം പോലും സ്വസ്ഥത തോന്നാത്തത് കൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഹേമന്ത് അങ്ങോട്ടേക്ക് വന്നത്. എല്ലാത്തിനും വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടിയാണ് ലാവണ്യ ഓടി നടക്കുന്നത്. എന്നാൽ ഇവിടെ ഒരുത്തനാണെങ്കിൽ ഒന്നിനോടും പ്രതികരിക്കാതെ നിർജീവമായി തന്നെ തുടരുന്നു. ആളുകൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. ഹേമന്തിന് ലാവണ്യോട് കടുത്ത വിദ്വേഷം തോന്നിയെങ്കിൽ പോലും അവനൊന്നും തന്നെ അവളോട് പറഞ്ഞില്ല. ഹേമന്ത് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം സിദ്ധു, ഹേമന്ത് അമർഷത്തോടെ വിളിച്ചു. എനിക്ക് മനസ്സിലായി. വികാരങ്ങളൊന്നുമില്ലാതെ തന്നെ സിദ്ധാർത്ഥ് പ്രതികരിച്ചു. അവന്റെ ഈ ഒരു ഭാവം ഹേമന്തിനെ വീണ്ടും ചൊടിപ്പിച്ചു. എന്റെ പൊന്ന് സിദ്ധു, ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കും നീലിമയ്ക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ നീ ഏതായാലും ആ ലാവണ്യെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്ക്. എന്നിട്ട് ഇനി വരാൻ പോകുന്ന ലാവണ്യമായിട്ടുള്ള റിലേഷനിലെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം കാണിക്കാൻ ശ്രമിക്കുക എന്ന് പറയും. അപ്പോഴേക്കും സിദ്ധാർത്ഥ ദേഷ്യത്തോടു കൂടി തന്നെ ഹേമന്തിനോട് പറയുന്നുണ്ട്, നോക്ക് ഹേമന്ത്, ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാണ്, നീ വെറുതെ എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടാൻ നിൽക്കരുത്. ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് നീ വെറുതെ തലപുണ്ണാക്കാനൊന്നും നിൽക്കണ്ട. ഇനി അവൾ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ വിവാഹം മുടക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ. അന്നേരം ഹേമന്ത് ചോദിക്കുന്നതിന്, എന്തൊക്കെയാ സിദ്ധു നീ ഈ പറയുന്നത്? നീയല്ലേ ഈ വിവാഹം തീരുമാനിച്ചത്? അവൾക്ക് പ്രതീക്ഷ കൊടുത്തതും നീ തന്നെയല്ലേ? എന്നിട്ടിപ്പതേ നീ തന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നു. എന്ത് ചോദിച്ചാലും നിനക്കൊന്നിനും ശരിയായിട്ടുള്ള ഉത്തരങ്ങളില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്. ഹേമന്ത് അങ്ങനെ സിദ്ധാർത്ഥിനോട് ഗർജിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. നീ ഇപ്പൊ ശരിക്കും ലാവണ്യോട് മാത്രമല്ല നീതികേട് കാണിക്കുന്നത്, നീലിമയും കൂടിയായിട്ടാണ് നീ വഞ്ചിക്കുന്നത് എന്നിങ്ങനെ അവൻ ഗർജിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്തന്നെ സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടു കൂടി തന്നെ ഹേമന്തിനെ തന്നെ നോക്കി. ലാവണ്യക്കൊപ്പം നീലിമയുടെ പേര് പറയുന്നതോടുകൂടെ അത്ര നേരം ദേഷ്യമുണ്ടായിരുന്ന സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായിട്ട് ഹേമന്ത് ശ്രദ്ധിച്ചു. പതിയെ അവന്റെ ഹൃദയം അങ്ങ് ആർദ്രമായി. ആ സമയത്ത് ഹേമന്തിന് സിദ്ധാർത്ഥിന്റെ അവസ്ഥയിൽ വല്ലാത്ത സഹതാപം തോന്നി. സോറി സിദ്ധു, നീ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോകുന്നതാണിത്. അവൾ നിന്നെ ഉപേക്ഷിച്ചത് നിനക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമായിരിക്കും. അവൾ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് മറ്റെന്തെങ്കിലും മോശം സംഭവിക്കുമെന്ന് അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ വിഷമം പോലെ ആയിരിക്കില്ല അത്. അതുകൊണ്ടായിരിക്കും അവൾ ഇപ്പോഴേ നിന്നെ വിട്ടുപോയതെന്നൊക്കെ പറയാണ് ഹേമന്ത്. ഹേമന്ത് അങ്ങനെ സിദ്ധാർത്ഥിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ പോലും
സിദ്ധാർത്ഥിന്റെ ചിന്തകൾ പഴയതുപോലെ തന്നെയാണെന്നുള്ള കാര്യം ഹേമന്തിന് മനസ്സിലായി. എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല. സിദ്ധാർത്ഥ ഒന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ, സിദ്ധാർത്ഥ ഒന്ന് ശരിയാവണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഹേമന്ത് അവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു. സിദ്ധു, ഇനിയെങ്കിലും നീ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നോക്കുന്നതിങ്ങനെ ഹേമന്ത് പറയുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥ ഒന്നും തന്നെ മിണ്ടിയില്ല. എന്ത് ചെയ്താലാണ് അവനൊന്ന് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നത്? ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് യാതൊരു ബോധവുമില്ലാതെ ഇനി എത്ര കാലം ഇങ്ങനെ തുടരുമെന്ന് അവൻ കരുതി വെച്ചേക്കുന്നത്? അവനെ ഇങ്ങനെ കാണുന്നത് തനിക്ക് മാത്രമല്ല എല്ലാവർക്കും വിഷമം തന്നെയായിരിക്കും. അവൻ അവന്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ പോലും ഹേമന്തിന് ഒരിക്കലും സിദ്ധാർത്ഥിനെ അങ്ങ് ഉപേക്ഷിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. സിദ്ധാർത്ഥ് ഹേമന്തിന് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെയാണ്. സിദ്ധാർത്ഥിന്റെ നന്മക്ക് മൂല്യം കൊടുത്തേ മതിയാവൂ. അതിന്റെ കൂടെ തന്നെ ലാവണ്യെ ഇതൊക്കെ അവളെയും നന്നായിട്ട് വേദനിപ്പിക്കും. ഹേമന്ത് ഏതായാലും ഗീതാമ്മയെ വിളിക്കാൻ തീരുമാനിച്ചു. അവനെ അനുനയിപ്പിക്കാൻ ഇനി ഗീതാമ്മക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഹേമന്ത് നേരെ ഫോണെടുത്ത് നേരെ ഗീതാമ്മക്ക് വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ആന്റി, കുറച്ച് ദിവസമായിട്ട് സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോലും പോകുന്നില്ല. ആ കാര്യമൊന്നും ആന്റി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗീതാമ്മ പറഞ്ഞിട്ട്, അറിയാം മോനെ, എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. കുറച്ച് ദിവസമായിട്ട് അവൻക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയാൻ കഴിയുന്നില്ല. ഗീതാമ്മ സങ്കടത്തോടെ ഇങ്ങനെ മറുപടി പറയുന്ന സമയത്തിന് ഹേമന്ത് പറയുന്നത്, ആന്റി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആന്റിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആന്റി ഒന്നുകൂടെ വന്നിട്ട് അവനെ ഒന്ന് കാണണം. പിന്നെ ലാവണ്യയും അവനുമായിട്ടുള്ള കല്യാണ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാടധികം സന്തോഷമായി. ആന്റി ഇതിങ്ങനെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഹേമന്ത് പറഞ്ഞു. അന്നേരം എല്ലാം എനിക്കറിയാം മോനെ, ഞാനേതായാലും അവനോട് ഒന്നുകൂടെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഗീതാമ്മ ഫോണ് കട്ട് ചെയ്തു. ഒരു സുഹൃത്ത് എന്ന നിലയിൽ അവനെ കൊണ്ടാവുന്ന വിധം എല്ലാ നല്ല കാര്യങ്ങളും ഹേമന്ത് ചെയ്തിട്ടുണ്ട്. ഇനിയും അവന്റെ കൂടെ തന്നെ നിൽക്കാൻ ഹേമന്ത് തയ്യാറാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വിധി പോലെ വരട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഹേമന്ത് അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ ഫോണ് കട്ടാക്കിയതിനു ശേഷം ഗീതാമ്മ ആ ഒരു ഫോണിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹേമന്ത് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപേ തന്നെ ഗീതാമ്മ ഈ കാര്യങ്ങളെല്ലാം തന്നെ തന്റെ മകന്റെ അവസ്ഥയെല്ലാം തന്നെ നേരിൽ കണ്ടിരുന്നതാണല്ലോ. അന്ന് അവൻ അവരോട് പെരുമാറിയ രീതി ഇപ്പോഴും ഗീതാമ്മയുടെ മനസ്സിനെങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാവണ്യെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് അന്ന് സമ്മതിച്ചെങ്കിൽ പോലും ഒരു അമ്മ എന്ന നിലയിൽ അതത്ര നിസ്സാരമല്ല എന്ന കാര്യം ഗീതാമ്മക്ക് മനസ്സിലായിരുന്നു. സിദ്ധാർത്ഥിന്റെ വിവാഹ ചടങ്ങുകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ തന്റെ മകന്റെ ഈ ഒരു ഉൾവലിഞ്ഞ സ്വഭാവം കൊണ്ട് അതൊരിക്കലും താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന കാര്യം ഗീതാമ്മക്ക് തോന്നി. അതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് തന്റെ ഭർത്താവിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് ഗീതാമ്മക്ക് തോന്നി. ചില മനുഷ്യർക്ക് അവരുടെ തീരുമാനം മാറ്റാൻ ഒരൊറ്റ വാക്ക് മാത്രം മതിയായിരിക്കും. അങ്ങനെ എന്തോന്ന് ഹേമന്തിന്റെ വാക്കിൽ നിന്നും സിദ്ധാർത്ഥിനെ സ്ട്രൈക്ക് ചെയ്തിരുന്നു. ഹേമന്തിന്റെ ഓരോ ചോദ്യങ്ങളും സിദ്ധാർത്ഥിനെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. കുറെ നാളായിട്ട് താൻ ഓഫീസ് കാര്യങ്ങളിൽ നിന്നും ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന കാര്യം സിദ്ധാർത്ഥ് തിരിച്ചറിഞ്ഞു. ഇനിയും ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ താൻ ഇത്ര കാലം കൊണ്ടു നടന്നതെല്ലാം തന്നെ തന്റെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടമാവുമെന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി. സിദ്ധാർത്ഥ് ചിന്തിക്കുന്നതിന് നീലിമയെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അവൾ തന്റെ ആത്മാവിന്റെ അംശമാണ്. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയേ വേണം. അതിനൊപ്പം തന്നെ ഓഫീസ് കാര്യങ്ങളിൽ ഒരിക്കലും വീഴ്ച വരാനും പാടില്ല. അതുകൊണ്ടാണ് അതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പിറ്റേ ദിവസം തന്നെ ഓഫീസിലേക്ക് ചെന്നു. ഒട്ടും സംഭവിക്കാത്തതുപോലുള്ള അവന്റെ പെരുമാറ്റം കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു. സിദ്ധാർത്ഥിനെ ഓഫീസിൽ കാണുന്ന സമയത്തിന് മനീഷിന് വളരെയധികം സന്തോഷമായി. നീലിമയെ അന്വേഷിക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ പലപ്പോഴും മനീഷിന് സിദ്ധാർത്ഥിനെ നേരിട്ട് പോയി കാണാനൊന്നും സമയമുണ്ടായിരുന്നില്ല. മാത്രമല്ല കമ്പനിയിൽ സിദ്ധാർത്ഥിന്റെ അഭാവം കൊണ്ട് ഓരോ കമ്പനികളും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതൊക്കെ മനീഷിന്റെ ഉത്തരവാദിത്തമായിരുന്നു. സിദ്ധാർത്ഥന്റെ ഇപ്പോഴുള്ള അവസ്ഥ കണ്ടപ്പോൾ ഇനി അവനെ തിരികെ കിട്ടുമോ എന്ന് പോലും മനീഷ് ചിന്തിച്ചു പോയിരുന്നു. എന്നാൽ പഴയതുപോലെ തന്നെ സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും മനീഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. മനീഷ് നേരെ സിദ്ധാർത്ഥിനോട് പോയി പറയുന്നുണ്ട്, എന്നാലും സാറ് വന്നല്ലോ, എനിക്കിപ്പോ സന്തോഷായി. ബോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പതിഞ്ഞ സ്വരത്തിൽ അവൻ അവന്റെ പരിഭവങ്ങളുടെ കെട്ടഴിച്ചു. എന്നാൽ സിദ്ധാർത്ഥിന്റെ ഗൗരവ മുഖം കാണുന്ന സമയത്തിന്റെ കൂടുതൽ പരാതി പറയാൻ അവനൊന്ന് ഭയന്നു. മനീഷ് പറയുന്നുണ്ട്, ബോസ്, നീലിമ മേഡത്തെ പറ്റിയിട്ടുള്ള അന്വേഷണത്തിൽ ഒരു ചെറിയ തുമ്പ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് മനീഷിന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്തിന്റെ സിദ്ധാർത്ഥിന്റെ മുഖമൊന്ന് തിളങ്ങി. അന്നേരം മനീഷ് പറയുന്നുണ്ട്, ബോസ് സംശയിച്ചതെല്ലാം തന്നെ ശരിയാണ്. നീലിമയും അശ്വിനും ഇപ്പൊ ബോസിന്റെ പാരന്റ്സിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. എനിക്കോ എന്റെ ആളുകൾക്കോ പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം കനത്ത കാവലുണ്ട് അവിടെ. അതും സാധാരണ ആൾക്കാരൊന്നുമല്ല. അത്രയും വലിയ വലിയ ടീമിന്റെ ആൾക്കാരെയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് ബോസിന്റെ കടുത്ത സപ്പോർട്ട് വേണം.
അവൻ പതിഞ്ഞ സ്വരത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് സിദ്ധാർത്ഥിനോടത് പറഞ്ഞത്. അന്നേരം സിദ്ധാർത്ഥ് പതിഞ്ഞ സ്വരത്തിൽ അവനോട് പറഞ്ഞു, കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല മനീഷ്. എന്റെ സമ്മതം സപ്പോർട്ട് കിട്ടിയാലൊന്നും അതൊന്നും ഒരിക്കലും പെട്ടെന്ന് നടക്കാനൊന്നും പോകുന്നില്ല. നീ ഏതായാലും ഇപ്പോ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എല്ലാ വിവരവും എനിക്ക് അപ്പപ്പോ തന്നെ കിട്ടണം. അന്നേരം മനീഷ് പറഞ്ഞിട്ട്, ആ കാര്യത്തിൽ ബോസ് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ സർ, ഈ കല്യാണം എന്നിങ്ങനെ അവൻ അല്പം മടിയോടുകൂടെ ചോദിച്ചു. അന്നേരം സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, കല്യാണമൊക്കെ നിശ്ചയിച്ച പ്രകാരം അന്ന് തന്നെ നടക്കുമെന്നിങ്ങനെ സിദ്ധാർത്ഥ് പറയുന്നത് കേൾക്കുന്ന സമയത്ത് മനീഷ് ഒന്ന് ഞെട്ടി. നീലിമ തന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് പോലും ലാവണ്യവുമായിട്ടുള്ള വിവാഹത്തിന് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് സമ്മതം മൂളുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ മനീഷ് ഞെട്ടുന്നത്. അവൻ ആശങ്കയോടുകൂടെ സിദ്ധാർത്ഥിനെ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ തൽക്കാലം നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യ്. കൂടുതൽ ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് പറയുന്ന സമയത്തിന് മനീഷ് സമ്മതം പറയുന്നത് പോലെ തലയാട്ടി. മനീഷിന്റെ മനസ്സിലപ്പോൾ 100,000 ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. നീലിമയെ ഒരു നിമിഷം കാണാതായപ്പോഴേക്കും ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞവനാണ് സിദ്ധാർത്ഥ്. എന്നിട്ട് നീലിമയെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് പോലും സിദ്ധാർത്ഥ് എന്തുകൊണ്ടാണ് വീണ്ടും ലാവണ്യെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്ന കാര്യമൊന്നും തന്നെ മനീഷിന് മനസ്സിലായില്ല. മനീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഇയാളുടെ ചിന്തകളെല്ലാം തന്നെ വിചിത്രമാണ്. അതെന്നെ പോലുള്ള സാധാരണക്കാരനൊന്നും ഒട്ടും തന്നെ മനസ്സിലാവില്ല. ഇതേ സമയത്തിന് നീലിമ ഇന്നത്തെ ന്യൂസ് ഇങ്ങനെ ഫോണിൽ നോക്കുകയായിരുന്നു. സിദ്ധുവിനെ താൻ വിട്ടുപോന്നിട്ട് ആഴ്ചകളായിരിക്കുന്നു. പക്ഷെ ഈ ഒരു വിരഹ ദുഃഖം താൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതുപോലെയാണ് നീലിമയ്ക്ക് തോന്നുന്നത്. ഇതുവരെ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലോ അശ്വിനും തനിക്കും ഇതുവരെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട്. തന്റെ ഫോൺ പോലും തന്നിൽ നിന്നും മാറ്റിവെച്ചിട്ടില്ല എന്ന കാര്യം നീലിമ ചിന്തിച്ചു. തന്നെ ഇത്രമാത്രം വിശ്വാസം അവർക്കുണ്ടോ എന്ന കാര്യം പോലും നീലിമ ചിന്തിച്ചു. ഒരു പക്ഷേ തന്റെയും തന്റെ കുഞ്ഞിന്റെയും തന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെയും സുരക്ഷ ഓർത്തുകൊണ്ടതിന് താൻ സാഹസമൊന്നും കാണിക്കില്ല എന്ന കാര്യം അവർക്ക് വിശ്വാസമുണ്ടായിരിക്കണം. സിദ്ധുവിന്റെ വിവാഹകാര്യത്തെക്കുറിച്ചിട്ടുള്ള അപ്പോൾ ന്യൂസ് എല്ലാം തന്നെ താൻ അറിയണമെന്നും അവർ ചിന്തിക്കുന്നുണ്ടാവും. അവൾ ആ വാർത്തകളൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഫോൺ എടുത്തു നോക്കുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് സിദ്ധുവിന്റെ വിവാഹ വാർത്തയെ പറ്റിയിട്ടുള്ള അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും. വേദന നിറഞ്ഞ് ആ വരികളിലൂടെ കണ്ണോടിച്ചു കൊണ്ടതിനെ അവൾ ഒരുപാട് അങ്ങ് കരയും. പിന്നെ ഒരു സ്ഥായിയായ ഭാവത്തിലങ്ങ് ഇരിക്കും. നീലിമ തന്റെ കൂടെയുള്ളത് കൊണ്ട് തന്നെ അശ്വിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. എന്നാൽ ഇന്ന് അശ്വിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ വ്യത്യസ്തതയുണ്ട് എന്ന കാര്യം നീലിമക്ക് തോന്നിയിരുന്നു. അവൻ ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കുന്നുണ്ടായിരുന്നില്ല. എന്തു പറ്റിയച്ചു, നീ ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കുന്നില്ലല്ലോ? അത് കേട്ടിട്ടും അവനൊന്നും മിണ്ടിയില്ല. പിന്നെ എപ്പോഴോ ഒന്നുമില്ലെന്ന് അവൻ തലയാട്ടി. അവന്റെ പ്രതികരണം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. നീലിമ അശ്വിന്റെ നെറ്റത്തിങ്ങനെ തൊട്ടു നോക്കിയിട്ട് പറയുന്നുണ്ട്, അല്ല പനിക്കുന്നൊന്നും ഇല്ലല്ലോ, പിന്നെ നിനക്കിത് എന്തു പറ്റി? അവന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷാദമുള്ളതുപോലെ അവൾക്ക് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അച്ചു പയ്യെ തലയുയർത്തിയിട്ട് നീലിമയെ നോക്കി എന്ത് ചോദിക്കുന്നുണ്ട്. അമ്മേ, അച്ഛന് ശരിക്കും നമ്മളെ വേണ്ടേ? അതുകൊണ്ടാണോ അച്ഛൻ മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നത്? അശ്വിന്റെ ചോദ്യം കേട്ടതോടുകൂടി തന്നെ നീലിമ ആകെ ഞെട്ടിപ്പോയി. മോൻ എങ്ങനെയാ അതിനെക്കുറിച്ച് അറിഞ്ഞതെന്നിങ്ങനെ നീലിമ പരിഭ്രമത്തോടുകൂടി ചോദിച്ചു. യഥാർത്ഥത്തിൽ ഈ കാര്യം ഒരിക്കലും അശ്വിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ പോലും അവന്റെ കയ്യിൽ അവൾ നൽകിയിരുന്നില്ല. അവനിതെങ്ങനെ അറിഞ്ഞു എന്ന കാര്യം അവളുടെ ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടി. അശ്വിൻ പറഞ്ഞിട്ട്, ഞാൻ എല്ലാം ടിവിയിൽ കണ്ടു അമ്മേ. ഡാഡി ആ ചീത്ത പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോ നമ്മളെന്നും ഡാഡിക്ക് വേണ്ട അല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അശ്വിൻ അങ്ങ് കരയാൻ തുടങ്ങി. അശ്വിന്റെ സങ്കടം കാണുന്ന സമയത്തിന് നീലിമയ്ക്ക് അവളുടെ ഹൃദയം വേദനിച്ചു. അവനെ ആശ്വസിപ്പിക്കാനും നീലിമയ്ക്ക് സ്വയം ആശ്വാസം കിട്ടാനും വേണ്ടിയിട്ട് അവൾ അവനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അച്ചു, അമ്മ പറയുന്നത് കേൾക്കൂ മോൻ. അമ്മയുടെ മോൻ ഒരിക്കലും വിഷമിക്കരുത്. അദ്ദേഹം ഒരു നല്ലവനാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം മോന്റെ ഡാഡിയൊന്നുമല്ല. അവൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടെ തന്നെ അശ്വിനോട് പറയുന്നുണ്ട്, നോക്കച്ചു, സിദ്ധുവിന് നല്ലൊരു ജീവിതമുണ്ട്. നമുക്കും ഇനി നമ്മുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട്. അവിടെ ആ ഒരു സ്പേസിൽ ഇനി മറ്റാരും തന്നെയില്ല. ഈ അമ്മക്ക് മോനും മോനക്ക് അമ്മയും മാത്രം. എന്താ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. നീലിമ അശ്വിന്റെ കവിൾ ചേർത്തിങ്ങനെ പിടിച്ചു പറയുന്ന സമയത്ത് തന്നെ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും അശ്വിന് മനസ്സിലാവുമെന്നൊന്നും നീലിമക്കറിയില്ലായിരുന്നു. പക്ഷേ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് അവളുടെ വാക്കുകൾക്ക് അവൻ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു. അശ്വിൻ ചോദിക്കുന്നത്, അപ്പോ അമ്മ എന്നോട് പണ്ട് കള്ളം പറഞ്ഞതാണല്ലേ? ഡാഡി നല്ലവനാണെന്നും ഡാഡി മറ്റൊരു കല്യാണം കഴിക്കില്ല എന്നൊക്കെ. ഇപ്പൊ കണ്ടില്ലേ, ഡാഡി നമ്മളെയൊന്നും വേണ്ടാന്ന് വെച്ച് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാണ്. അശ്വിൻ വീണ്ടും ഓരോ പരിഭവം പറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങുന്ന സമയത്തിന് നീലിമക്ക് അശ്വിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. കുഞ്ഞിനൊപ്പം നീലിമയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കരഞ്ഞു തളർന്ന് അവസാനം അശ്വിൻ അവളുടെ മടയിൽ കിടന്നങ്ങ് മയങ്ങി.
നീലിമയുടെ കണ്ണും തീരാതകനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. രണ്ടുപേരും സിദ്ധാർത്ഥിനെ ഓർത്ത് വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് എപ്പിസോഡ് ഇനി നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ അത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒരു ദിവസം തന്നെ ഞാൻ 2-3 എപ്പിസോഡൊക്കെ ഇടുന്നത്. നമ്മുടെ ലൈക്കിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഞാൻ ഒരു ദിവസം തന്നെ 2-3 എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.